ഹലോ ഫ്ലോക്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഫ്രം മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള ഒരു ചിക്കൻ കറി ആയിട്ടാണ്. ഇത് കണ്ടപ്പോൾ മുതലേ ഉണ്ടാക്കണം എന്നിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ സിറ്റുവേഷൻസ് ഒന്നും അങ്ങനെ അനുകൂലമായിരുന്നില്ല. കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പൂർവാധികം ശക്തിയോടുകൂടി വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് റെഗുലറായിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടാവും. എന്നാൽ പിന്നെ നമുക്കധികം താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ല ഞാൻ എന്താ ഉണ്ടാക്കുന്ന ചിക്കൻ കറി, ആരുടെ ചിക്കൻ കറിയാണ്, ആരുടെ സ്പെഷ്യലാണെന്നൊക്കെ. അത് തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ചിക്കൻ കറി സ്പെഷ്യലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ്. അങ്ങനെ ഞാൻ പിന്നെ ആ ടേസ്റ്റും കൂടി ഒന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാനും കൂടി ഒന്നിങ്ങോട്ട് ഉണ്ടാക്കി. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കടുക് ഇടുക. അതേപോലെ തന്നെ പെരിഞ്ജീരകവും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ആദ്യത്തെ പരിപാടി അതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയും ചതച്ച് വെച്ചത്, അതേപോലെ തന്നെ നമ്മുടെ പച്ചമുളക് ചതച്ചത്, ചെറിയുള്ളി ആണ് ബെസ്റ്റ്. എനിക്കിവിടെ ചെറിയുള്ളി കിട്ടാനില്ല, അപ്പം ഞാൻ സവോള ചതച്ചതാണ് ഇട്ടത്. എല്ലാം ചതച്ചിടണമെന്ന് മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ അധികം മസാലകളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തേങ്ങ, നല്ലപോലെ കുറച്ച് തേങ്ങ വേണം. അതൊന്ന് ഇടിച്ച് ചതച്ചെടുക്കണം. അങ്ങനെ എടുത്ത് തേങ്ങയാണ്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല മീൻസ് ഗ്രേവിയുടെ ഏറെക്കുറെ പരിപാടിയായി. ഇനി കുറച്ച് മസാലകളും കൂടെ 1-2-3 മസാലയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവി ഓക്കെയാണ്. ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ നമുക്കത് ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് ചില്ലി ഫ്ലെക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 കൊമ്പമുളക് ചതച്ച് അതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം അതെല്ലാം കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ബ്രൗണിഷ് കളറിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ സംഭവമൊക്കെ പെട്ടെന്ന് തന്നെ മൂക്കും. കാരണം ചുട്ട തേങ്ങയൊക്കെയാണ്. അപ്പോൾ പിന്നെ അധികം വേവാനൊന്നുമില്ല. നമുക്കൊന്നും ബ്രൗൺ ആയിട്ടൊന്ന് കിട്ടിയാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ സംഭവമൊക്കെ ഒന്ന് വെന്ത് മീൻസ് അതിൻ്റെ ആ മസാലയുടെ ആ ചേരുവൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഞാനിവിടെ ഏറെക്കുറെ നമ്മുടെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. മീൻസ് ഒരു ചെറിയൊരു ബ്രൗൺ കളർ വന്നു. അധികം ബ്രൗൺ ഒന്നും വരണ്ട കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ളത് നമ്മുടെ അനുസരിച്ച്. അതേപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചൊരു ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാലകളെല്ലാം തീർന്ന്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് എടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ പണികളൊന്നുമില്ല. നമ്മുടെ ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് മൂടി വെച്ച് വേവിക്കുക എന്നുള്ളതാണ് ഈ കറിയുടെ, അതായത് ഈ ചിക്കൻ കറിയുടെ പരിപാടി. അപ്പം വളരെ പെട്ടെന്ന് ആവുന്ന ഒരു കറിയാണ്. എന്നാൽ നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ ഇത്രയും ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ലാലേട്ടൻ പറഞ്ഞപ്പോഴൊക്കെ അന്നൊക്കെ കണ്ട് മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ പറഞ്ഞല്ലോ സാഹചര്യം ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പം ഇപ്പോഴാണ് നമ്മുടെ പച്ച ചിക്കൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ചിക്കനിലൊന്നും അങ്ങനെ മസാലകളൊന്നും പരട്ടി വെക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളത് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് നമ്മളതൊന്ന് വേവിച്ചെടുക്കുന്നു. അത്രേ ഉള്ളൂ. അതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാൻ പാടില്ല. അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വേറെ ഒന്നും നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കാനില്ല. പെട്ടെന്ന് 10-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു 20-30 മിനിറ്റ് മാക്സിമം ആണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ വെന്ത് കിട്ടും. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കഴിക്കുക എന്നുള്ളതാണ് സംഭവം. അപ്പം വളരെ എളുപ്പത്തിലുണ്ടാക്കാം. ലാലേട്ടൻ പറഞ്ഞ പോലെ ഈ മസാലയൊന്നും വേണ്ടാത്തവർക്കൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഇതൊക്കെ നല്ല ഇതാണ്. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടി കുറച്ചും കൂടി ഒന്ന് കൂടുതലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എരിവിന് കിട്ടുകയും ചെയ്യും. അതിനനുസരിച്ചുള്ള കണ്ടോ അതിനകത്ത് വെള്ളം ആവാൻ തുടങ്ങി. അപ്പം ആ ചിക്കനിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം ആയി കിട്ടും. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മറിച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം ഒരു കാര്യം മറന്നു പോകണ്ട, എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോകണ്ട. അത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇനി ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.